ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞങ്ങൾ മദ്രസയിൽ നബിദിന പരിപാടിയാണ്, റാലി ഒക്കെയാണ്. അപ്പോൾ അതിന് പോവാനായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം, എടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ഗൈസ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് ദോശയും പിന്നെ എഗ്ഗ് ബുർജി ആയിരുന്നു. അങ്ങനെ ഞാനും ലീയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇങ്ങോട്ട് വേണം ഞങ്ങൾക്ക് മദ്രസക്ക് പോവാൻ. അപ്പോൾ ചിച്ചൂസും വാപ്പച്ചിൻ്റെ കൂടെ മദ്രസക്ക് വരുന്നുണ്ട്. അങ്ങനെ ഗൈസ് ഞങ്ങൾ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഫിനിഷ് ചെയ്യാണ്. ഇങ്ങോട്ട് വേണം ഞങ്ങൾക്ക് മദ്രസയിലേക്ക് പോവാനായിട്ട്. അങ്ങനെ നല്ല ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ മദ്രസയിലേക്ക് പോവാണ്. ചുച്ചൂസും ഞങ്ങളെ കൂടെ വരുന്നുണ്ട്. ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ റാലി തുടങ്ങുമെന്ന് ചെറിയൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ചുച്ചൂസ് വാപ്പച്ചിൻ്റെ കൂടെയാണ് വരുന്നത്. അപ്പോൾ റാലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. റാലിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ തറവാട്ടിലേക്ക് പോയി. അവിടെ റാലിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നത് ബിസ്ക്കറ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ റാലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതാണ് അപ്പൂപ്പാൻ്റെ മോള് മുത്തൂസ്. ഫാത്തിമയാണെങ്കിലും നീതി നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച നീതിയുടെ കാവലാൾ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനെന്ന് പഠിപ്പിച്ച സോഷ്യലിസ്റ്റ്, അമുസ്ലിമാണെങ്കിലും അയൽവാസിയെ ബഹുമാനിക്കണമെന്ന് അനുയായികളോട് ആഹ്വാനം ചെയ്ത മതേതരത്വത്തിന്റെ നിലക്കാത്ത ശബ്ദം, അനാഥബാലന്റെ മുമ്പിൽ വെച്ച് സ്വന്തം മകനെ താലോലിക്കരുതെന്നോതിയ സഹവർത്തിത്വത്തിന്റെ സാഹോദര്യത്തിന്റെ മഹനീയ മാതൃക, അധർമ്മത്തിനെതിരെ ധർമ്മത്തിന്റെ പടപ്പാട്ട് പാടിയ, അനീതിക്കെതിരെ നീതിയുടെ പടുവാൾ ഉയർത്തിയ, അശാന്തിക്കെതിരെ ശാന്തിയുടെ സന്ധിയില്ലാ സമരപ്രഖ്യാപനം ചെയ്ത, സമാധാനത്തിന്റെ വെള്ളവിപ്രാവുകളെ ആകാശഗംഗയിൽ പറക്കാൻ വിട്ട പൗർണമിരാവിലെ ചന്ദ്രികപ്രഭ, സുഹൃത്തുക്കളുടെ രാജകീയ പാതയിലേക്ക് കൈപ്പിടിച്ചാലോചിച്ച വിശ്വവിമോചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പ്രദേശത്തെ വിജ്ഞാന കുതികളുടെ ഭാഗ്യശ്രമണിയായി വർത്തിക്കുന്ന ഹയാത്തുൽ ഇസ്ലാം സുന്നി മദ്രസ ഉസ്താദുമാരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും കേരള മുസ്ലിം ജമാഅത്ത് SSF പ്രാസ്ഥാനിക നേതാക്കളും പ്രവർത്തകരും ഒന്നിക്കുന്ന ഐതിഹാസികമായ നബിദിന ഘോഷയാത്രയാണ് ഈ വാഹനത്തിന് കെട്ടുകരകിലായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആശീർവദിക്കുക, അനുമോദിക്കുക എന്നുള്ളതിനെ ഒരുപാട് ബിസ്ക്കറ്റ്സ് ഉണ്ട്, ഫ്ലേവേഴ്സ് വരുന്നത്. ഈ ബിസ്ക്കറ്റ്സ് ആണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റുള്ള ബിസ്ക്കറ്റാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് ഞങ്ങളെ അടുത്തുള്ള വീട്ടിൽ ദഫ് കളിക്കണ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അവർ ദഫ് കളിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും റാലി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ബിസ്ക്കറ്റ്സൊക്കെ സെറ്റാക്കി വെച്ചിട്ട്. അപ്പോൾ ചിച്ചൂസും ഉണ്ട്. അപ്പോൾ റാലി അവിടേക്ക് എത്തിയെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഉപ്പൊക്കെ ബിസ്ക്കറ്റ് എടുത്തിട്ട് പോവാണ്. അങ്ങനെ ഗൈസ് ഇതാണ് റാലി. ഞങ്ങളെ മദ്രസയിലെ ദഫും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പൂർവ്വ വിദ്യാർത്ഥികളെ അർബനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ബാക്കി വന്ന ബിസ്ക്കറ്റ്സ് ആണ്. അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഗൈസ് ഞങ്ങൾ മദ്രസൊക്കെ കഴിഞ്ഞ് വന്നു. ഞങ്ങൾക്ക് ഇന്ന് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി കിട്ടി. അപ്പോൾ ഗൈസ് ഞാൻ മുട്ടായികളൊക്കെ കാണിച്ചാൽ ഞാൻ ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു. ചിച്ചൂസും ലീയും പാപ്പച്ചിന്റെ കൂടെ റാലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബ്രോസ്റ്റ് ഇട്ട് അവിടെ അവരെ തന്നാണ്. അപ്പോൾ നമുക്ക് പൊട്ടിച്ചോക്കാം. പൊട്ടിക്കാൻ പോയ പണിയൊന്നുമില്ല. ഒരു ഏതായാലും പ്രശ്നമില്ല. അപ്പൊ ഗൈസ് ഇന്നത്തെ കല്യാണത്തിന് പോവാണ്. അപ്പൊ ഞങ്ങള് മദ്രസ ഗൈസ് ഇന്നലത്തെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇന്നലത്തെ കല്യാണം ഉണ്ടായിരുന്നു. അതിന്റെ
പിറ്റേ ദിവസത്തെ കല്യാണമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ലിയൻ്റെ ഔട്ട്ഫിറ്റ്. ചിച്ചൂസിൻ്റെ ഔട്ട്ഫിറ്റ് ചിച്ചൂസ് കാണിക്കാൻ സമ്മതിക്കുമോ എന്നറിയില്ല അല്ലേ ലിയ? യെസ്, ഒരു മൂഡിലാണ്. ആ ഗൈസ് ചിച്ചൂസ് കുറുമ്പിലാണ്. ചിച്ചൂസ ഇതാണ് ചിച്ചൂസിൻ്റെ ഔട്ട്ഫിറ്റ്, യെല്ലോ കളറ്. മിന്നക്കുട്ടി അങ്ങനെ ഗൈസ് ഞങ്ങളെ മൂന്നാളെയും ഫുൾ ഔട്ട്ഫിറ്റ് അങ്ങനെ ഗൈസ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പോൾ ചൊച്ചൂസും ഫുഡൊക്കെ കഴിക്കുന്നു. ഓളവിടെ ടേബിളിലെ വെള്ളമൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡായിട്ട് ചിക്കൻ ബിരിയാണിയും മന്തിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഒരുപാട് ഫോട്ടോസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചുവിട്ടാ വീട്ടിലേക്ക്. അങ്ങനെ ഗൈസ് പോകുന്ന വഴിയിൽ ലീക്ക് മുട്ടായിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് വാങ്ങിപ്പിക്കാണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുട്ടായി വാങ്ങാനായിട്ട് കയറിയതാണ്. ഞങ്ങൾ ബബിൾക്കും പിന്നെ ഇതൊക്കെ ലേസൊക്കെ വാങ്ങിയിട്ടുണ്ട്. സോഡൊക്കെ വാങ്ങി സോഡൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പോവുകയാണ്. ചിച്ചൂസിന് കോഴിമുട്ടായി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞങ്ങളെ മദ്രസിൻ്റെ രാത്രി പരിപാടിക്കുള്ള സ്റ്റേജും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ആണ്. അങ്ങനെ ചുച്ചൂസ് വീട്ടിലെത്തി ആ മിഠായി കൈ പിടിച്ചിട്ട് അതും കഴിച്ചിരിക്കുക കേട്ടോ അവള്. പിന്നെ ഞങ്ങൾ രാത്രി പരിപാടിക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് കുട്ടികളെ പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ കുട്ടികളെ പാട്ടൊക്കെയാണ്. ഒരുപാട് ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചുച്ചൂസൊക്കെ ഇവിടെ സെറ്റായിരിക്കുകയാണ് കേട്ടോ. ചിച്ചൂസൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കിപ്പോൾ കുറുമ്പൊന്നുമില്ല. ഓള് നല്ല രീതിക്ക് കണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പഫ്സും സോസും പിന്നെ നല്ല അടിപൊളി കാവ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയാലുണ്ടാവില്ലേ കാവ, ചായ പോലെ, അതാണ് കാവ. പിന്നെ കുറേ കുട്ടികളെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കിന് നമ്മുടെ ലിയ കിടന്നുറങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഗ്രൂപ്പ് സോങ്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ പ്രോഗ്രാമൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, വീഡിയോ ലെങ്ത് ആയി പോവും വിചാരിച്ചിട്ട്. അങ്ങനെ ഇപ്പോൾ ഗ്രൂപ്പ് സോങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 9 പേരെ പിടിച്ചു കൊണ്ടുപോയെങ്കിലും അതിൽ 6347 പേരെ നിരൂപാധികം വിട്ടയച്ചു. അങ്ങനെ ഗൈസ് നല്ല അടിപൊളി പ്രസംഗമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ പേര് ചെവി ഉച്ചരിച്ചു. എന്താണ് ആ പേര്? മനസ്സിൽ പിന്നെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളെ പരിപാടികൾ ഉണ്ടായിരുന്നു. പിന്നെ ദഫിൻ്റെ ടീം വരെയാണ് ദഫ് കളിക്കാനായിട്ട്. നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഈ ദഫും കൂടി കണ്ടിട്ട് നേരെ വീട്ടിലോട്ട് പോവാൻ വിചാരിച്ചതാണ്. അപ്പോൾ ദഫിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ലിയൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ദഫ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് കയറുന്നത് നല്ല ഭംഗിയുണ്ട്. റാഹിമിൻപുകളോട് സലാമ, രാഗവീജികളോട് തമാമ, രാജഗുരു നബി ത്വാഹ റസൂലിൻ രാപ്പകൽ സ്വലവാത്തു ദവാമ. അങ്ങനെ ഗൈസ് നല്ല ഭംഗിയുണ്ടോ ഒരു കളിക്കുന്നത് കാണാന്. അങ്ങനെ ഗൈസ് ഈ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.